എവിടെ കിടന്ന ചേട്ടാ ഇത്? വേറൊരു വണ്ടിക്കാരുടെ ചോദിച്ചപ്പോ അവരുടെ നല്ലതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആരെങ്കിലും വിളിക്കുമെന്നറിയാം. അതുകൊണ്ട് ഇവിടെ അങ്ങനെ ഇരുന്നു. അങ്ങനെ വീഴുന്നുണ്ട്. ആരുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ കുട്ടികളുടെയൊക്കെ അരിഷ്ടം മാറാൻ വേണ്ടിയിട്ട് നമ്മുടെ ചേർത്തലയ്ക്ക് അപ്പുറം എരമല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു അമ്പലമുണ്ട്. തോട്ടപ്പള്ളി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫോൺ കാണുന്നില്ല. ബാഗിൽ വെച്ചിരുന്നായിരുന്നു. ഫോൺ കാണുന്നില്ല. പോകുന്ന വഴിക്ക് നമ്മുടെ ഫോൺ എവിടെയോ മിസ്സായി. അങ്ങനെ ഈ ചേട്ടന്റെ കയ്യിലാണ് ഫോൺ കിട്ടിയിട്ടുണ്ടായിരുന്നത്. വേറൊരു വണ്ടിക്കാരുടെ ചോദിച്ചപ്പോ അവരുടെ നല്ലതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആരെങ്കിലും വിളിക്കുമെന്നറിയാം. അതുകൊണ്ട് ഇവിടെ അങ്ങനെ ഇരുന്നു. അങ്ങനെ വീഴുന്നുണ്ട്. ആരുടെ വണ്ടിയാന്ന് കണ്ടില്ല. അപ്പൊ വേറൊരു വണ്ടിക്കാരെ പറ്റൊക്കെണ്ട്. അവരെ കണിച്ചമാരുടെ ക്ഷേത്രത്തിലേക്ക് തിരിഞ്ഞു. അപ്പൊ തിരിഞ്ഞപ്പോ കൊണ്ടാണ് ഞാൻ പിന്നെ അവരുടെ ചോദിക്കുന്നത്. അവരുടേതാണെങ്കിൽ അവർ അമ്പലത്തിൽ ചെന്ന് നോക്കി. ഫോൺ കുത്തി വീണത്. ഈ മൂല കുത്തിയ വീണ. അതിന് ചെറിയ പാടും ഉണ്ടാവും. അന്നേരം ഞാൻ അവരുടെ ചോദിച്ചപ്പോ അവര് നോക്കിയിട്ട് പറഞ്ഞു ഞങ്ങളുടെതല്ലെന്ന് പറഞ്ഞു. എനിക്കറിയാം ആരെങ്കിലും വിളിക്കുമെന്ന്. അത് കാരണം ഞാൻ മാർക്കറ്റിൽ വന്നു. കഞ്ഞിക്കുഴി എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ ഇല്ലേ ഇങ്ങോട്ടും. പോലീസ് സ്റ്റേഷൻ ഇച്ചിരി തെക്കോട്ട് മാറി. അത് കഞ്ഞിക്കുഴിയാ. അവിടെ കിടന്നാ കിട്ടിയത്. അന്നേരം ഞാൻ പിന്നെ മാർക്കറ്റിൽ വന്നപ്പോഴത്തേക്ക് വിളിച്ചത്. ആണ് ഞാൻ പറഞ്ഞ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞപ്പോ ഞാൻ ഓർത്തിന് അമ്പലത്തിൽ പോകണേ തൊഴുതിട്ട് ഇങ്ങോട്ട് ഇതുപോലെ വന്നാൽ മതിയായിരുന്നു തരാന്ന് പറഞ്ഞത്. നമ്മളെടുത്തിട്ട് എന്നെ കാര്യത്തിന് നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മള് ഇതിന്റെ അകത്ത് വീഡിയോ എടുക്കണമായിരുന്നു. സത്യം പറഞ്ഞാൽ അതാണ് തിരിച്ചു വന്നത്. ഇതിപ്പോ എനിക്കൊരു പേഴ്സ് കിട്ടിയത് കഞ്ഞിക്കുഴി കിടന്ന പോലെ. അതിനകത്ത് 5-6 ATM കാർഡും സാധനമൊക്കെ ഉണ്ടായിരുന്നു. അത് iPhone 14 Pro ആയിരുന്നു നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമായത്. വണ്ടിയിൽ പോകുന്ന വഴിക്ക് എങ്ങാണ്ട് എൻ്റെ ബാഗിൽ നിന്ന് പോയതായിരുന്നു. പിന്നെ ഈ ചേട്ടന് പെട്ടെന്ന് കണ്ടു. എന്തോ ദൈവാധീനം കൊണ്ട് ഈ ചേട്ടനും കണ്ടു. അങ്ങനെ ഈ ചേട്ടൻ വന്ന വണ്ടീനെ ഒരു കാറ് വന്ന് ഇടിക്കേണ്ടതായിരുന്നു. അപ്പോൾ ആ വന്ന വണ്ടീനെ സ്റ്റോപ്പ് ചെയ്ത് ചേട്ടൻ ആ ഫോൺ എടുക്കുമായിരുന്നു. അപ്പോഴത്തേക്കും ഞങ്ങൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അമ്പലത്തിലെത്തി ബാഗ് തുറന്ന് ഫോൺ എടുക്കാൻ നേരത്താണ് ഫോൺ ഇല്ല എന്നുള്ള കാര്യം മനസ്സിലായത്. പിന്നെ ഞങ്ങൾ ആ ഫോണിൽ വിളിച്ചു നോക്കിയപ്പോൾ ഈ ചേട്ടനാണ് ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ചേട്ടൻ നമ്മുടെ ചേർത്തലയ്ക്ക് കുറച്ചങ്ങോട്ട് മാറി കാർത്തിയായനി ബാറിന് തൊട്ടപ്പുറത്തുള്ള കള്ള് ഷാപ്പിലെ കുക്കാണ് ഇദ്ദേഹം. അപ്പോൾ ഇദ്ദേഹത്തിനാണ് നമ്മുടെ iPhone 14 Pro കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കോൾ ചെയ്തപ്പോൾ തന്നെ ഞങ്ങളുടെ ഫോണിൽ നിന്ന് കോൾ ചെയ്തപ്പോൾ തന്നെ ആ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നു. ചേട്ടൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ ഞങ്ങൾ ആ ചേട്ടൻ പറഞ്ഞു ഇന്ന പോലെ ഈ സ്ഥലത്ത് വന്നാൽ മതി, ഫോൺ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി ഞങ്ങളുടെ ഫോൺ മേടിക്കുമായിരുന്നു കേട്ടോ. ഇദ്ദേഹത്തെ പോലുള്ള നല്ല മനുഷ്യരായതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഫോൺ തിരിച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 1.5 ലക്ഷം രൂപ വരുന്ന ഫോണായിരുന്നു. അപ്പോൾ എന്തായാലും ഫോൺ കിട്ടിയതിൽ ഒരുപാട് നന്ദി പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി അദ്ദേഹത്തെ കണ്ട് തിരിച്ച് നമ്മൾ അമ്പലത്തിലേക്ക് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഒരുപാട് നന്ദി പറഞ്ഞ് ഞങ്ങൾ വീണ്ടും അമ്പലത്തിലേക്ക് യാത്രയായി കേട്ടോ. അങ്ങനെ ആ ചേട്ടനോട് നന്ദിയൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ അമ്പലത്തിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ വന്ന് ആദ്യം നമ്മൾ അമ്പലത്തിൽ കയറാൻ പാടില്ല, രസീത് എഴുതണം. നമ്മൾ ആ കുട്ടിയെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള രസീത് എഴുതുകയാണ് ആദ്യം ചെയ്യേണ്ടത്. നമ്മുടെ കുട്ടിയുടെ പേരും നാളും ഒക്കെ പറഞ്ഞ് രസീത് എഴുതിയതിന് ശേഷം നമ്മൾ അവിടുന്ന് എണ്ണ തേപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അമ്പലത്തിൻ്റെ പുറകുവശത്തോട്ട് പോകണം. അവിടുന്നാണ് നമ്മൾ പിന്നെ കുട്ടിയെ കുളിപ്പിക്കുക എന്നുള്ള ആ വെള്ളം അവർ തരുന്നത് കേട്ടോ. അപ്പം ഞാനിത് രസീത് എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ പോകുന്നത്. നമ്മുടെ ഈ ഭാഗത്തായിട്ട് വരും അമ്പലത്തിൽ ഒത്തിരി ആളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് രസീത് എഴുതിയിട്ട് വന്നു കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള പരിപാടികളെല്ലാം കേട്ടോ. അപ്പോൾ കുഞ്ഞിനെ കുളിപ്പിച്ച് തല തോർത്താതെയാണ് നമ്മൾ ഈ അമ്പലത്തിനുള്ളിലേക്ക് കയറുന്നത് തൊഴാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദേ ഈ അമ്പലത്തിൻ്റെ പുറകുവശത്ത് വന്ന് നമ്മൾ കുട്ടിയുടെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഒരു തോർത്തൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ എണ്ണ തേപ്പിച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അവിടുന്ന് തന്നെ അവർ എണ്ണ തരും. ആ എണ്ണ നമ്മൾ തലയിലും ശരീരത്തും എല്ലാം തേക്കണം. അപ്പോൾ ഞാൻ അവിടുന്ന് എണ്ണ മേടിക്കുവാണ് കേട്ടോ. അപ്പോൾ ശരീരത്തും എല്ലാം തേച്ചിട്ട് വേണം നമ്മൾ കുറച്ച് നേരം നിർത്തി നമ്മൾ എണ്ണ തേച്ച് കഴിഞ്ഞ ശേഷം വെള്ളം മേടിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുടത്തിൽ അവർ വെള്ളം തരും. ആ വെള്ളത്തിലാണ് നമ്മൾ ഇവരെ കുളിപ്പിക്കേണ്ടത്. അപ്പം വെള്ളം മേടിക്കാനായിട്ട് ഞാൻ നിൽക്കുവാണ്. അപ്പോൾ അവർ വെള്ളം തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു മൊന്തയ്ക്കകത്താണ് നമുക്ക് വെള്ളം തരുന്നത്. അപ്പോൾ വെള്ളം തന്നപ്പോൾ ഞാൻ ചോദിച്ചു മനസ്സിലാക്കും എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ. അപ്പം നമ്മൾ ഭഗവാന്റെ മുന്നിൽ വന്ന് നിന്നാണ് ഇവരെ കുളിപ്പിക്കുന്നത്. ആ ഒരു സൈഡിൽ അവർ കുളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിർത്തിയാണ് കുട്ടികളെ കുളിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വശത്ത് മാറിയാണ് കുളിപ്പിക്കുന്നത്. അപ്പോൾ ഒത്തിരി പിള്ളേർ അവിടെ കുളിക്കാൻ വേണ്ടിയിട്ട് വന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ.
അപ്പം നമ്മളവിടെ നിർത്തി കുളിപ്പിക്കുമായിരുന്നു. കുട്ടികളുടെ അരിഷ്ടം മാറ്റാൻ വേണ്ടിയിട്ട് കുറേ വഴിപാടുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളിവിടെ തൃക്കൈ വെണ്ണയും പിന്നെ നമ്മുടെ കുളിപ്പിക്കലുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട് ഭഗവാനെ തൊഴാൻ വേണ്ടിയിട്ട്. അവിടെ നമുക്ക് തൃക്കൈ വെണ്ണയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാം ഞാൻ അവളെ കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ചുറ്റിനും തൊഴാനായിട്ടാണ് ഈ പോകുന്നത്. അപ്പോൾ അവിടെ തന്നെ നമുക്ക് ഫുഡും ഉണ്ട്. ഇവിടെ രാവിലെ ഉപ്പുമാവും സാമ്പാറും പപ്പടവും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഞായറാഴ്ച ദിവസമായിരുന്നു, നല്ല തിരക്കും ഉണ്ടായിരുന്നു, ചായയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് നമ്മൾ അവിടുത്തെ നേർച്ച കഴിച്ചിട്ട് വേണം ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുട്ടികളുടെയൊക്കെ അരിഷ്ടം മാറാനും അവരുടെ കുസൃതിയൊക്കെ കുറച്ച് കുറയാനും പിന്നെ കുട്ടികളെ എല്ലാം കൊണ്ടുവരുന്ന ക്ഷേത്രമാണ് നമ്മുടെ എരമല്ലൂരുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വന്ന് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ കേട്ടോ.